ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയാണ്. കേരള പാഠാവലി 6ാം ക്ലാസ്സിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഏറ്റവും അവസാനത്തെ യൂണിറ്റിലെ അവസാനത്തെ ചാപ്റ്റർ ആണ്. ഏതാണ് അവസാനത്തെ ചാപ്റ്റർ? ഗോട്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഗോട്ടി എന്ന പാഠത്തിന് മുഴുവനായിട്ടുള്ള വിശദീകരണം, അതുപോലെ അതിൽ വരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ, പ്രവർത്തനങ്ങൾ എല്ലാം നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പം നമുക്ക് നോക്കിയാലോ. നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നമുക്ക് നോക്കാം. ഗോട്ടി. തനിക്കേറെ പ്രിയപ്പെട്ട കളിപ്പാട്ടത്തെ നിരന്തരം പിന്തുടരുന്ന ഒരു കുട്ടിയെ പരിചയപ്പെടാം. അപ്പം ഇവിടെ ഏറ്റവും നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കളിപ്പാട്ടം ഇഷ്ടമായിരിക്കും അല്ലേ? ഇവിടെ ഈ കുട്ടിക്കും ഒരു കളിപ്പാട്ടം ഇഷ്ടമാണ്. ആ കളിപ്പാട്ടത്തെ കുട്ടി എപ്പോഴും പിന്തുടരും. നമുക്ക് കഥ നോക്കാം. ഗോട്ടി. എല്ലാരും ഗോട്ടി കണ്ടിട്ടുണ്ടോ? അപ്പൊ നമുക്ക് നോക്കാം. വേപ്പ് മരങ്ങളുടെ തണലിലൂടെ കാക്കയുടെയും കുറുനരിയുടെയും കഥ അയവിറക്കിക്കൊണ്ട് അവൻ വരികയായിരുന്നു. ചാഞ്ചാടിക്കൊണ്ട് നടക്കുമ്പോൾ അവന്റെ സഞ്ചി അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. സ്ലേറ്റ് ഒരു ചെറിയ കുപ്പിയോട് അടിച്ചു. കുപ്പി പെൻസിലുമായി കൂട്ടിമുട്ടി. അങ്ങനെ അവയെല്ലാം കൂടി ആ സഞ്ചിയിൽ കിടന്നു കുലുങ്ങി. പക്ഷേ അവൻ ഒന്നും തന്നെ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവന്റെ ശ്രദ്ധ മുഴുവൻ കഥയിലായിരുന്നു. എന്ത് രസമുള്ള കഥ! കാക്കയും കുറുനരിയും. കുറുനരി കാക്കയോട് പറഞ്ഞു, കാക്കയെ ഒരു പാട്ടു പാടൂ, നിന്റെ പാട്ടു കേൾക്കാൻ എനിക്കൊരു കൊതി. കാക്ക പാടാൻ വേണ്ടി വായ തുറന്നപ്പോൾ അപ്പക്കഷ്ണം വീണുപോയി. കുറുനരി അതും എടുത്തൊരൊറ്റ ഓട്ടം. അവൻ കുലുങ്ങി ചിരിച്ചു. അപ്പോ ഇവിടെയുള്ള ഈ കുട്ടി വേപ്പുമരത്തിന്റെ തണലിലൂടെ കാക്കയുടെയും കുറുനരിയുടെയും കഥ ഇങ്ങനെ അയവിറക്കിക്കൊണ്ട് വരികയാണ്. അപ്പൊ ഇങ്ങനെ നടക്കുന്ന സമയത്ത് കുട്ടിയുടെ ബാഗിൽ നിന്ന് എന്തുണ്ട്? സ്ലേറ്റും കുപ്പിയും പെൻസിലും ഒക്കെ ഉണ്ട്. അതെല്ലാം കൂട്ടിമുട്ടി. അവന്റെ ശ്രദ്ധ മുഴുവൻ എന്തിലായിരുന്നു? കഥയിലായിരുന്നു. അപ്പൊ ഇവർ ഏത് കഥയാണ്? കാക്കയും കുറുനരിയുള്ള കഥയാണ് അല്ലെ? അപ്പൊ കാക്കയോട് കുറുനരി പാട്ടുപാടാൻ പറയുന്നു. അപ്പക്കഷ്ണം വായിലുള്ള കാക്ക പാട്ടുപാടുന്നു. വായിൽ നിന്ന് അപ്പക്കഷ്ണം താഴെ വീഴുന്നു. ആ തക്കത്തിന് കുറുനരി അതും എടുത്തോണ്ട് ഓടുന്നു. അപ്പൊ ഇതാണ് കഥ. അപ്പൊ അവൻ കുലുങ്ങി കുലുങ്ങി ചിരിച്ചു ഈ കഥ കേട്ടിട്ട്. ചിത്രം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒരു കുട്ടി സ്കൂൾ ബാഗ് ഉണ്ട് തോളത്ത്. പിന്നെ കാക്കേനെയും കുറുനരിയും കാണാം. നടന്നു നടന്ന് പീടികയുടെ മുമ്പിലെത്തി. അവിടെ അലമാരയിൽ ഒരു വലിയ കുപ്പിഭരണികൾ നിരത്തി വെച്ചിരുന്നു. അവയിലൊക്കെ ചോക്ലേറ്റും പെപ്പർമിന്റും ബിസ്ക്കറ്റുമാണ്. അവൻ അതൊന്നും നോക്കി നിന്നില്ല. എന്തിനാണ്? അവന്റെ അച്ഛൻ എപ്പോഴും അവന് കൊണ്ടു കൊടുക്കാറുണ്ട്. എങ്കിലും ഒരു പുതിയ ഭരണി അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ചുമലിലൂടെ തൂങ്ങുന്ന സഞ്ചിയുടെ നാട ഒരു വശത്തേക്കൊതുക്കി ആ ഭരണിയുടെ മുമ്പിൽ അവൻ മിഴിച്ചു നിന്നു. പുതുതായി കൊണ്ടുവച്ചതാണ്. അതിനു മുമ്പ് ഒരിക്കലും അവൻ അത് അവിടെ കണ്ടിട്ടില്ല. അപ്പൊ ഇവൻ നടന്ന് എവിടെ എത്തുന്നത്? ഒരു കടയുടെ മുമ്പിലെത്തും. കടയിൽ എന്താ കാണുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പണ്ടത്തെ കടകളിലൊക്കെ, ഇപ്പോഴും ബേക്കറികളിലൊക്കെ കുപ്പി ഭരണിയില് ബിസ്ക്കറ്റ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അന്ന് ഇതുപോലെ തന്നെ ഈ ചായക്കടയുടെ അതുപോലെ കടയിലൊക്കെ കുപ്പി ഭരണിയിൽ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടാവും അല്ലെ? ചോക്ലേറ്റ്, ബിസ്ക്കറ്റ് എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇന്നവൻ അത് വാങ്ങാനൊന്നും നിന്നില്ല. കാരണം എന്താ? അച്ഛനിവനെല്ലാം വാങ്ങി കൊടുക്കാറുണ്ട്. പക്ഷെ അവൻ നോക്കിയപ്പോ ഒരു കാര്യം അവിടെ കാണുന്നുണ്ടായിരുന്നു. ഒരു പുതിയ ഭരണി. അത് മുമ്പ് അവിടെ കണ്ടിട്ടില്ലായിരുന്നു. ഭരണി നിറയെ എന്താണ്? ഗോട്ടികളാണ്. ഭക്ഷണമൊന്നും അല്ല, കഴിക്കുന്ന സാധനമൊന്നും അല്ല. എന്തായിരുന്നു ഭരണി നിറയെ? ഗോട്ടിയായിരുന്നു. പച്ച നിറത്തിൽ വരകളോട് കൂടിയ വെളുത്തുരുണ്ട നല്ല ഒന്നാന്തരം ഗോട്ടികൾ. തൊടിയിലുള്ള വലിയ നെല്ലിക്കയോളം വലിപ്പമുണ്ട് ഓരോന്നിന്. കാണാൻ എന്തൊരു ചന്തമാണ്! അതുവരെ അതൊക്കെ എവിടെയായിരുന്നു? പീടികയുടെ ഉള്ളിലായിരിക്കും. ഇപ്പോൾ അവൻ കാണാൻ വേണ്ടി പുറത്തു വെച്ചതാണ്. നോക്കി നിൽക്കിയ ഭരണി വലുതാകാൻ തുടങ്ങി. ആകാശത്തോളം വലുതായപ്പോൾ അവനും അതിന്റെ ഉള്ളിൽ കടന്നു. വേറെ കുട്ടികൾ ആരും ഉണ്ടായിരുന്നില്ല. എങ്കിലും അവന് അതായിരുന്നു കൂടുതൽ ഇഷ്ടം. അനുജത്തി പോയതിൽ പിന്നീട് അവൻ എപ്പോഴും തനിച്ചാണ് കളിക്കാറ്. അവൻ ഗോട്ടി വാരി 4 പാടും വിതറി കളിച്ചു രസിച്ചു. അപ്പോഴാണ് ഒരു ശബ്ദം. കുട്ടി അത് വലിച്ചിടും. അവൻ ഞെട്ടി. ആ ഭരണി ചെറുതായി കൊണ്ടുവരുന്നു. ചെറിയ ഭരണിക്കുള്ളിൽ പച്ച നിറത്തിൽ വരകളോട് കൂടിയ വെളുത്തുരുണ്ട ഗോട്ടികൾ.
തൊടിയിലുള്ള നെല്ലിക്കോളം വലിപ്പമേ ഉള്ളൂ ഓരോന്നിനും. അവിടെ അവർ രണ്ടുപേർ മാത്രമേ ഉള്ളൂ, അവനും വയസ്സായ ആ പീഡികക്കാരനും. അയാളുടെ മുഖത്ത് നീരസം നിഴലിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ എടുത്തു തരുമല്ലോ. അവൻ സങ്കടത്തോടെ മാറി നിന്നു. ഗോട്ടി വേണം. അപ്പൊ അയാൾ അവനോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. എന്താണ് വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ എടുത്തു തരില്ലേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്ന പോലെ. അപ്പൊ അവനാകെ എന്താ പറയാ, ഒരു സങ്കടമായി മാറി നിന്നു. അവൻ ഗോട്ടി വേണോ അയാൾ ചോദിക്കുക. അയാൾ ഭരണിയുടെ അടപ്പ് തുറക്കാൻ ആരംഭിച്ചു. അവൻ വേണ്ട എന്ന് പറയാണ്. പിന്നെ നല്ല ചോദ്യം, അവന് ഗോട്ടി വേണോ എന്ന്. വേണോ? അവന് തന്നെ അറിഞ്ഞുകൂടാ. ഏതായാലും അവനത് തൊട്ടു. ആ ഭരണി തൊട്ടപ്പോൾ ഗോട്ടി തൊട്ടതുപോലെ തന്നെയായിരുന്നു. വേണമെങ്കിൽ അവന് ഗോട്ടി എടുക്കാമായിരുന്നു. എടുത്തിരുന്നുവെങ്കിൽ. സ്കൂളിൽ നിന്ന് മണിയടിക്കുന്നത് കേട്ടപ്പോൾ സഞ്ചി അടുക്കി പിടിച്ച് അവൻ ഓടി. താമസിച്ചെത്തുന്ന കുട്ടികൾ പിറകിലാണ് ചെന്നിരിക്കേണ്ടത്. അന്ന് ഏറ്റവും താമസിച്ചെത്തിയത് അവനായിരുന്നു. അതിനാൽ അവൻ ഒച്ചയുണ്ടാക്കാതെ പിന്നിലുള്ള ബെഞ്ചിൽ ചെന്നിരുന്നു. എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ തന്നെയുണ്ട്. രാമൻകുട്ടി മുമ്പിലാണ്. എന്നും അവൻ നേരത്തെ വരും. മൂന്നാമത്തെ ബെഞ്ചിന്റെ അറ്റത്താണ് മല്ലിക. മല്ലികയുടെ അപ്പുറത്ത് അമ്മുക്കുട്ടി. ജോർജിനെ കാണുന്നില്ല. അപ്പൊ സ്കൂളിലെത്തി. അവൻ ഏറ്റവും പിറകിലാണ് ചെന്നിരിക്കേണ്ടത് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് എത്തിയത് അവനാണ്. അങ്ങനെ അവൻ ഒച്ചയൊന്നും ഉണ്ടാക്കാതെ മെല്ലെ ബെഞ്ചിൽ പോയിരുന്നു. കൂട്ടുകാരുടെ പേരൊക്കെയാണ് കേട്ടോ അവിടെ പറയണത്. ജോർജാണ് കുട്ടികളുടെ ഇടയിൽ ഏറ്റവും നന്നായി ഗോട്ടി കളിക്കുക. എത്ര വലിയവനും ജോർജിനോട് കളിച്ചാൽ തോൽക്കും. തോറ്റാൽ വെറുതെ പോകാൻ പാടില്ല. കൈ മടക്കി നിലത്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ ജോർജ് അടിച്ചു കൊട്ടുപൊളിക്കും. ജോർജ് എന്താണ് വരാത്തത്? ഓ, ജോർജിന് പനിയല്ലേ. രാമൻകുട്ടിയാണ് അവനോടത് പറഞ്ഞത്. അവനത് മല്ലികയോടും എല്ലാവരോടും പറഞ്ഞിരുന്നു. ജോർജിന്റെ വീട് അവൻ വരുന്ന വഴിക്കാണ്. ജോർജിന് പനിയാണ്. അപ്പുകുട്ടൻ ശ്രദ്ധിക്കുന്നില്ല മാസ്റ്റർ. അവൻ അബദ്ധപ്പെട്ട് പുസ്തകം തുറന്ന് മുമ്പിൽ വെച്ചു. തീവണ്ടിയുടെ പാഠമാണ്. തീവണ്ടി തീവണ്ടി 37-ാം പേജിലാണത്. വീട്ടിൽ നിന്ന് അവനത് വായിച്ചിട്ടുണ്ട്. ചൂരലിന്റെ അറ്റം കൊണ്ട് ഇടയ്ക്കിടെ മേശപ്പുറത്ത് കൊട്ടി മാസ്റ്റർ ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. കുട്ടികളെ, നിങ്ങൾ പലരും തീവണ്ടി കണ്ടിരിക്കും. അതിന് ആവി വണ്ടി എന്നുകൂടി പേരുണ്ട്. കാരണം ആവിയുടെ ശക്തി നിമിത്തമാണ് അതിന്റെ യന്ത്രം ചലിക്കുന്നത്. ആവി എന്ന് വെച്ചാൽ നീരാവി. നിങ്ങളുടെ വീട്ടിലെ അടുപ്പിൽ. അപ്പുകുട്ടനും ആലോചിച്ചു. തീവണ്ടി, അതവൻ കണ്ടിട്ടുണ്ട്. ചുക് 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 ചുക്, അതാണ് തീവണ്ടി. അത് ആവി വണ്ടിയും കൂടിയാണ്. ആവി വണ്ടി എന്ന് വെച്ചാൽ, അപ്പൊ നമ്മളിവിടെ ആ കുട്ടികൾ പഠിക്കുന്നത് തീവണ്ടി എന്ന പാഠമാണ്. അപ്പോ മാസ്റ്റർ തീവണ്ടിനെ കുറിച്ച് പറയുകയാണ്. തീവണ്ടി ആവി വണ്ടി എന്നും കൂടി, തീവണ്ടിക്ക് ഒരു പേരുണ്ട്. നീ ആവിയിലാണ് അത് ഓടുന്നത് എന്നൊക്കെ പറയും. അപ്പോ അത് ആവി എന്താണെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പൊ നോക്കുമ്പോ മാസ്റ്ററുടെ ശബ്ദം അല്പം കുറഞ്ഞു. അയാൾ ഓരോ ഭാഗവും പ്രത്യേകം വിവരിക്കുകയാണ്. വെള്ളം നിറച്ചു വെക്കാൻ ഒരു സ്ഥലമുണ്ട്. ഇംഗ്ലീഷിൽ അതിനെ ബോയിലർ എന്ന് പറയും. ഇരുമ്പ് കൊണ്ടുള്ള ഒരു വലിയ പീപ്പയാണിത്. ഇരുമ്പ് കൊണ്ടുള്ള വലിയ ഒരു കുപ്പി ഭരണി. അതിൽ നിറയെ പച്ച നിറത്തിൽ വരകളോട് കൂടിയ വെളുത്തുരുണ്ട ഗോട്ടികൾ. തൊടിയിലുള്ള വലിയ നെല്ലിക്കയോളം വലുപ്പമുണ്ട് ഓരോന്നിനും. ജോർജ് സുഖക്കേടുമാറി വന്നാൽ അവനത് ജോർജിനോട് പറയും. അപ്പോൾ അവരെന്തൊരു സന്തോഷമായിരിക്കും. അവർ രണ്ടുപേർ മാത്രമേ, ഇതാണ് കേട്ടോ ഗോട്ടിയും തീവണ്ടിയും ഒക്കെ, മാത്രമേ കളിക്കുകയുള്ളൂ. വേറെ ആരെയും കൂട്ടില്ല. ആര്? ജോർജ് കേട്ടോ. ഒരു ചോക്കിൻ കഷ്ണം അവന്റെ മുഖത്ത് വന്നു കൊണ്ടു. പരിചയം നിമിത്തം അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. മാസ്റ്റർക്ക് ദേഷ്യം വന്നിരിക്കുന്നു. മാസ്റ്റർ ചോക്കെടുത്തവൻ അങ്ങോട്ട് എറിഞ്ഞു. അവൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടിട്ട് അല്ലേ. താൻ എന്താ അവിടെ കാട്ടുന്നത്? മാസ്റ്റർ ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. അവന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. പറയൂ. അവൻ മിണ്ടാതെ നിന്നു. പറയില്ലേ? അയാൾ അപ്പുക്കുട്ടന്റെ അടുത്തു ചെന്നു. ക്ലാസ് മുഴുവൻ വീർപ്പടക്കിയിരിക്കുകയാണ്. അവന്റെ പരിഭ്രമം വർദ്ധിച്ചു. ഞാൻ ഇപ്പോൾ ഇവിടെ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്? ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവന്റെ മനസ്സിൽ എന്തോ ഉണ്ടെന്ന് വളരെ കാലത്തെ സർവീസുള്ള മാസ്റ്റർക്ക് അറിയാൻ കഴിഞ്ഞു. ഒരുപക്ഷെ അവൻ പാഠം ശ്രദ്ധിച്ചിരിക്കാം. അങ്ങനെയാണെങ്കിൽ മനസ്സിലുള്ള ഉത്തരം പുറത്തു കൊണ്ടുവരാനാണ് അയാൾ ശ്രമിക്കേണ്ടത്. അവിടെയാണ് അയാളുടെ വിജയം. പറഞ്ഞോളൂ. അതുതന്നെ, പേടിക്കണ്ട. അപ്പുക്കുട്ടന്റെ നാക്കിൻ മുമ്പത്ത് ഉത്തരം വന്നു തങ്ങി നിൽക്കുന്നത് മാസ്റ്റർ കണ്ടു. അവൻ വിറച്ചുകൊണ്ട് പറഞ്ഞു, ഗോട്ടി.
ഗോട്ടി അയാൾ പകച്ചു നിന്നു. ക്ലാസ്സിൽ ഭൂകമ്പമായിരുന്നു. സ്റ്റാൻഡ് അപ്പ് ഓൺ ദി ബെഞ്ച്, സ്റ്റാൻഡ് അപ്പ് എന്ന് പറയും. മാസ്റ്ററുടെ കണ്ണിൽ നിന്ന് തീപ്പൊരി പറന്നുകൊണ്ടിരുന്നു. അപ്പുക്കുട്ടൻ കരഞ്ഞുകൊണ്ട് ബെഞ്ചിന്റെ മേലെ കയറി. അടുത്ത ക്ലാസ്സിലെ ടീച്ചർ വാതിക്കൽ വന്ന് എത്തി നോക്കി. വീണ്ടും കൂട്ടച്ചിരിയുണ്ടായി. എത്ര ശ്രമിച്ചിട്ടും അവന് സങ്കടം അടക്കി നിർത്താൻ കഴിഞ്ഞില്ല. അവൻ വിതുമ്പി കരഞ്ഞു. പക്ഷെ കരയും തോറും സങ്കടം വർദ്ധിച്ചു വന്നതേ ഉള്ളൂ. എല്ലാവരും അവനെ നോക്കി പരിഹസിക്കുകയാണ്. എല്ലാവരും, രാമൻകുട്ടിയും മല്ലികയും ഒക്കെ. ബെഞ്ചിന്മേൽ നിന്നുകൊണ്ട് അവൻ ആലോചിച്ചു. കാണിച്ചു കൊടുക്കാം അവർക്കൊക്കെ. ജോർജ് വന്നാൽ അവൻ ഗോട്ടി വാങ്ങും. കളിക്കാൻ അവരെ ഒന്നും വിളിക്കില്ല. ആ ഗോട്ടി കണ്ടാൽ അവരൊക്കെ ആശിച്ചു പോകും. അത്ര ചന്തമുള്ള ഗോട്ടികളാണ്. പച്ച നിറത്തിൽ വരകളോട് കൂടിയ വെളുത്തുരുണ്ട ഗോട്ടികൾ. തൊടിയിലുള്ള വലിയ നെല്ലിക്കയോളം വലിപ്പമുണ്ട് ഓരോന്നിനും. അപ്പോൾ ഒരു സംശയം, ഗോട്ടി എങ്ങനെ കിട്ടും? ചോദിച്ചാൽ ആ പീഡികക്കാരൻ കൊടുക്കുമോ? ജോർജിനെയും കൂട്ടി ചോദിച്ചാൽ തരുമോ? അല്ലെങ്കിൽ വല്ലവർക്കും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. മാസ്റ്റർ അന്നത്തെ പാഠം മതിയാക്കി. ആർക്കും ഒരു സംശയവുമില്ല. അപ്പുക്കുട്ടന്റെ സംശയം തീർന്നിരുന്നില്ല. അവൻ ആലോചിക്കുകയായിരുന്നു. ജോർജിനെയും കൂട്ടി പോയി ചോദിച്ചാൽ തരില്ലേ? അല്ലെങ്കിൽ അതിന് എത്ര പൈസയാകും വാങ്ങാമെന്ന് വെച്ചാൽ? രാമൻകുട്ടി സംശയം ചോദിച്ചു. അമ്മിണി സംശയം ചോദിച്ചു. പലരും ചോദിച്ചു. അപ്പുക്കുട്ടൻ എന്താ ആലോചിക്കുന്നത്? മാസ്റ്റർ, ചോദിച്ചോളൂ, എന്താ സംശയം? കുട്ടികളൊക്കെ തിരിഞ്ഞിരുന്ന് അവന്റെ നേരെ നോക്കി. സംശയമുണ്ടായിരുന്നു. ജോർജിനെയും കൂട്ടി പോയാൽ തരുമോ? അല്ലെങ്കിൽ എത്ര പൈസയാകും? അരയണ കൊടുത്താൽ കിട്ടുമോ? ഒരണ കൊടുത്താൽ കിട്ടുമോ? അല്ലെങ്കിൽ എന്താ ആലോചിക്കുന്നത്? പൈസ. എന്ത്? എത്ര പൈസയാകുമെന്ന്? എന്തിന്? അവൻ ഒന്നും പറഞ്ഞില്ല. പച്ച നിറത്തിൽ വരകളോട് കൂടിയ വെളുത്തുരുണ്ട ഗോട്ടികൾ അവന്റെ മുമ്പിലൂടെ ഉരുണ്ടുപോയി. മാസ്റ്റർ ചോദിച്ചു, തീവണ്ടിക്കാണോ? അവൻ തലയാട്ടി. വിഡ്ഢി, തീവണ്ടി വാങ്ങാൻ കിട്ടില്ല. ഇനി കിട്ടിയാൽ തന്നെ നീ എന്തു ചെയ്യും? അപ്പൊ ഇവൻ പറയുന്നത് ഗോട്ടി വാങ്ങേണ്ട കാര്യമാണ് കേട്ടോ. മാസ്റ്റർ ചോദിക്കുന്നത് നിനക്ക് തീവണ്ടി വാങ്ങാനാണോ? അത് പൈസ കൊടുത്താൽ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവനെ കളിയാക്കും. അവൻ കളിക്കും, ജോർജിന്റെ കൂടെ കളിക്കും. തീവണ്ടിയല്ല, ഗോട്ടി. ഒരു കടലാസുമായി പ്യൂൺ വന്നു. മാസ്റ്റർ പറഞ്ഞു, ഫീസ് കൊണ്ടുവന്നവരെല്ലാം പോയി കൊടുത്തോളൂ. അമ്മിണിയും ഐവാനും മുഹമ്മദ് കുഞ്ഞിയും രാജനും മാധവനും ഒഴികെ എല്ലാവരും പോയി. രാജൻ പോകുമ്പോൾ അവനെ പതുക്കിയൊന്ന് നുള്ളി. അവൻ കാൽ വലിച്ചു കളഞ്ഞു. അവൻ ഓർത്തു, അവനും ഫീസ് കൊടുക്കണം. അച്ഛൻ അവന് 1.5 ഉറുപ്പിക കൊടുത്തിട്ടുണ്ട്. അവൻ കീശയിൽ കൈയിട്ടു. 1 ഉറുപ്പികയുടെ ഒരു നോട്ടും 8 അടയും അവൻ ബെഞ്ചിന്മേൽ നിന്ന് ഇറങ്ങി. എവിടേക്ക്? മാസ്റ്റർ. ഗദ്ഗതത്തിന്റെ നേർത്ത കുമിളകൾ അവന്റെ ഹൃദയത്തിൽ പൊങ്ങി. ഫീസ് കൊടുക്കണം. ഫീസ് കൊടുക്കേണ്ട, മാസ്റ്റർ പറഞ്ഞു. അവൻ സംശയിച്ചു നിന്നു. ഓൺ ദി ബെഞ്ച്. അവൻ ബെഞ്ചിന്മേൽ കയറി നിന്നു. കരയാൻ തുടങ്ങി. ഇനി ക്ലാസ്സിൽ ശ്രദ്ധിക്കുമോ? ശ്രദ്ധിക്കും. എന്നാൽ പൊയ്ക്കോളൂ. അവൻ പോയി. ഓഫീസ് മുറിയിൽ തിരക്കായിരുന്നു. നിങ്ങൾ ഓരോരുത്തരായി വരും കുട്ടികളെ, ക്ലാർക്ക് പറയുന്നു. ഞാനാ ആദ്യം വന്നത്. ഞാനാ. എന്റെ ബാക്കി. ആ ബഹളത്തിൽ നിന്ന് അപ്പുക്കുട്ടൻ മാറി നിന്നു. രാമൻകുട്ടി ഫീസ് അടച്ചു. മല്ലിക ഫീസ് അടച്ചു. അല്പം പേരെ ഇനി ബാക്കിയുള്ളൂ. അവൻ ആലോചിക്കുകയായിരുന്നു. ജോർജിനെയും കൂട്ടി പോയാൽ തരില്ലേ? തരും, ഒരു പക്ഷെ. അല്ലെങ്കിൽ എത്ര പൈസയാകും? അരയണ, ഒരണ. പച്ച നിറത്തിൽ വരകളോട് കൂടിയ വെളുത്തുരുണ്ട ഗോട്ടികൾ. മണിയടിച്ചപ്പോൾ ഫീസ് കൊടുത്തവരും കൊടുക്കാത്തവരും ഒക്കെ അവിടെ നിന്നുപോയി. ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് പോലെ അവനും പോയി. എല്ലാവരും ഫീസ് കൊടുത്തുവോ? ക്ലാസ് വിടുന്നതിന് മുമ്പായി മാസ്റ്റർ ചോദിച്ചു. അവൻ എഴുന്നേറ്റില്ല. വൈകുന്നേരം അവിടെയും ഇവിടെയും ഒക്കെയായി അല്പനേരം ചുറ്റിപ്പറ്റി നിന്നു. നനഞ്ഞ മണ്ണിൽ കുഴി കുഴിച്ച് കുട്ടികൾ ഗോട്ടി കളിക്കുന്നുണ്ടായിരുന്നു. അവൻ അവരുടെ അടുക്കലേക്ക് പോയില്ല. ഗേറ്റിന്റെ അഴി പിടിച്ചുകൊണ്ട് അവൻ നിരത്തിന്മേലേക്ക് നോക്കി. അവിടെ ആ വളവിലാണ് പീടിക. പീടികയിൽ ഒരു അൽമാര. പുറത്തു നിന്നാൽ മതി, തൊടാൻ കഴിയും. അൽമാരയിൽ കുപ്പിഭരണികളാണ്. അതിലൊരു ഭരണി നിറയെ എന്തുണ്ടായിരുന്നു? സഞ്ചി ചുമലിലൂടെ ഇട്ട് അവൻ ചാഞ്ചാടിക്കൊണ്ട് നടക്കാൻ തുടങ്ങി. പീടിക അടുത്തു വരുന്നു. അവന്റെ നടത്തത്തിന് വേഗം കൂടി. ആ അൽമാരയുടെ മുമ്പിൽ അവൻ നിന്നു. പീടികക്കാരൻ ചിരിച്ചു. അയാൾ തന്നെ കാത്തു നിൽക്കുകയായിരുന്നുവെന്ന് അവന് മനസ്സിലായി. അവനും ചിരിച്ചു. ഗോട്ടി വേണമല്ലേ? ആ കടക്കാരൻ ചോദിക്കുകയാണ് അവനോട്. അവൻ തലയാട്ടി. അയാൾ ഭരണിയുടെ അടപ്പ് തുറക്കുമ്പോൾ അവൻ ചോദിച്ചു, നല്ല ഗോട്ടിയാണ് അല്ലേ? നല്ല ഒന്നാന്തരം ഗോട്ടി. കുട്ടിക്ക് എത്ര ഗോട്ടി വേണം? എത്ര ഗോട്ടി വേണമെന്നോ? എത്ര വേണം? എത്ര? അവൻ കീശയിൽ കൈയിട്ടു. 1 ഉറുപ്പികയും 8 അണയും ഉണ്ട്. അവൻ അതെടുത്തു കാട്ടി.
പീഡികക്കാരൻ ഞെട്ടി. ഇതിന് മുഴുവനുമോ? ഇത്രയും പൈസയ്ക്ക് നിനക്ക് ഗോട്ടി വേണോ? മുഴുവനും. അത്ര വലിയ തുകയ്ക്ക് അതിനു മുമ്പ് ഒരു കുട്ടിയും ഗോട്ടി വാങ്ങിയിട്ടില്ല. അന്ന് അതൊക്കെ വലിയ പൈസയാണ് കേട്ടോ. അപ്പോൾ അത് വലിയ പൈസയ്ക്കൊന്നും ആരും ഗോട്ടി വാങ്ങാറില്ല എന്ന് പറയും. എന്താ ഇതിന്റെ ആവശ്യം? ഒരാവശ്യം. അതെന്താണ്? അത് ഞാൻ പറയൂല. അപ്പൊ അത് ഞാൻ പറയില്ല പറയും. പീഡികക്കാരന് മനസ്സിലായി അയാളും ഒരു കാലത്ത് കുട്ടിയായിരുന്നു. അവന്റെ ചങ്ങാതിമാരൊക്കെ ചേർന്നാണ് അവൻ മാത്രം വന്നുവെന്നേ ഉള്ളൂ. ഗോട്ടി വാങ്ങിയത് ജോർജും അവനും ഒഴികെ വേറെ ഒരു കുട്ടിയും അറിയരുതെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു. ഒരു ദിവസം അവൻ പെട്ടെന്ന് ചോദിക്കും, വരുന്നോ എന്നോട് കളിക്കാൻ? അപ്പോഴേ ആളുകൾ അറിയാൻ പാടുള്ളൂ. അപ്പൊ അവൻ പറയാണ്, ഗോട്ടി വാങ്ങുന്നത് ആരും അറിയാൻ പാടില്ല, അവനും ജോർജും മാത്രമേ അറിയാൻ പാടുള്ളൂ. കുട്ടിക്ക് കളിക്കാൻ അറിയോ? അയാൾ ചോദിച്ചു. അവന് അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ എന്തൊക്കെ ചോദ്യങ്ങളാണ്! അവന്റെ ക്ഷമ നശിച്ചു. അവൻ കൈ നീട്ടി. താ. അയാൾ ചിരിച്ചു. അവനും ചിരിച്ചു. കടലാസിന്റെ ആ പൊതി അടുക്കി പിടിച്ച് വേപ്പ് മരങ്ങളുടെ നിഴലിലൂടെ അവൻ നടന്നു. അവന്റെ കയ്യിലാണ് ഇപ്പോൾ ഗോട്ടി. അവന്റെ കയ്യിൽ. വേണമെങ്കിൽ പുറത്തെടുക്കാം. അവൻ പൊതി കുലുക്കി നോക്കി. അവൻ ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ കുപ്പിഭരണിയോടെ കിട്ടിയിരുന്നുവെങ്കിൽ അവൻ ആശിച്ചു. കടലാസ് പൊതി നന്നല്ല. അപ്പോൾ അവൻ ഈ ഗോട്ടി കിട്ടിയപ്പോൾ അവൻ ഭരണിയും കൂടി കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിക്കുകയാണ്. ഭരണിയാണെങ്കിൽ വെറുതെ തൊട്ടാൽ മതി, ഗോട്ടി തൊട്ടതുപോലെ തന്നെ തോന്നും. പെട്ടെന്നൊരു സംശയം, എല്ലാറ്റിനും ഉണ്ടോ പച്ച നിറത്തിൽ വര? അവൻ കെട്ടഴിച്ചു നോക്കാൻ തീർച്ചപ്പെടുത്തി. സഞ്ചി താഴെ വെച്ച് അവൻ പതുക്കെ കടലാസ് പൊതിയുടെ കെട്ടഴിക്കാൻ തുടങ്ങി. പൊതി അഴിഞ്ഞു ഗോട്ടി മുഴുവൻ നിലത്തു വീണു. നിലത്തിന്റെ നടുവിലേക്ക് അവ ഉരുണ്ടു പോവുകയാണ്. ഒരു നിമിഷ നേരം തരിച്ചു നിന്നതിനു ശേഷം അവ പെറുക്കാൻ തുടങ്ങി. കൈ നിറഞ്ഞു. പെറുക്കിയത് എവിടെ വയ്ക്കും? സ്ലേറ്റും പുസ്തകവും പുറത്തെടുത്ത് വച്ചതിനു ശേഷം സഞ്ചിയിൽ പെറുക്കിയിടാൻ തുടങ്ങി. 1, 2, 3, 4. ഒരു കാർ സഡൻ ബ്രേക്കിൽ നിന്നു. അവൻ അപ്പോഴും ഗോട്ടി പെറുക്കി സഞ്ചിയിലിടുകയായിരുന്നു. ആ കുട്ടിയെ ജീവനോടെ കടിച്ചു തിന്നാനുള്ള ദേഷ്യം വന്നു ഡ്രൈവർക്ക്. അയാൾ തല വെളിയിലിട്ടു. ആ കുട്ടി എന്താണ് കാട്ടുന്നത് അവിടെ നോക്കി. പെറുക്കുന്നതിനിടയിൽ അവൻ തല ഉയർത്തി നോക്കി. ഒരു കാറും അതിനുള്ളിൽ ഒരു ഡ്രൈവറും. ഡ്രൈവർ അവന്റെ ഗോട്ടിയുടെ ഭംഗി നോക്കി രസിക്കുകയാണ്. അവൻ ഒരു ഗോട്ടി പൊക്കിക്കാട്ടി ചിരിച്ചു. നല്ല രസമുണ്ട് അല്ലേ? ഡ്രൈവറുടെ ദേഷ്യം അലിഞ്ഞുപോയി. അയാൾ ചിരിച്ചു. സഞ്ചി എടുത്ത് ചുമലിലിട്ടതിനു ശേഷം സ്ലേറ്റും പുസ്തകവും കുപ്പിയും പെൻസിലും ഒക്കെ അടുക്കി പിടിച്ച് അവൻ വീട്ടിലേക്ക് നടന്നു. വൈകുന്നേരത്തെ കാപ്പിയും തയ്യാറാക്കി അവന്റെ അമ്മ അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പൂമുഖത്തെ ബെഞ്ചിന്മേൽ സ്ലേറ്റും പുസ്തകവും വലിച്ചെറിഞ്ഞ് അവൻ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. അവൻ അന്നു വരാൻ വൈകിയതിൽ അമ്മ പരിഭ്രമിച്ചിരുന്നു. അവൻ സഞ്ചിയുടെ വായ കൂട്ടിപ്പിടിച്ചു കുലുക്കി. ഓ, ഇതെന്താണോ? അമ്മ ചോദിച്ചു. ഞാൻ പറയൂല, അവൻ പറഞ്ഞു. അപ്പൊ അമ്മ ചോദിച്ചു, എന്താ സഞ്ചിയിലെന്ന്. എന്നോട് പറയില്ലേ? പറയും. അമ്മയെ അവന് വലിയ കാര്യമായിരുന്നു. അമ്മ കണ്ണു ചിമ്മണം. അമ്മ കണ്ണു ചിമ്മി. അവൻ എണ്ണി. 1, 2, 3. അമ്മ കണ്ണു തുറന്നു നോക്കി. ഒരു സഞ്ചി നിറയെ ഗോട്ടികൾ. ആ സ്ത്രീ പകച്ചു നിന്നു. എവിടെ നിന്നു കിട്ടി ഇതൊക്കെ? വാങ്ങിയതല്ലേ? അതിനു പണം? നിനക്ക് എവിടെന്നാ ഗോട്ടി കിട്ടിയത്? വാങ്ങിയതാണോ? പൈസ എവിടെന്നാന്നൊക്കെ ചോദിക്കും. അച്ഛന്റെ ഫോട്ടോവിന്റെ നേരെ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഉച്ചയ്ക്ക് തന്നിട്ടില്ലേ? അമ്മ മൂക്കത്തു കൈവച്ചു. ഫീസ് കൊടുക്കേണ്ട പണം. അപ്പൊ ഫീസ് കൊടുക്കാൻ കൊടുത്തതിനാണ് ഈ കുട്ടി ഗോട്ടി വാങ്ങിയത് കേട്ടോ. ആ ഗോട്ടി മുഴുവൻ അവൻ എന്തൊരാവശ്യത്തിനാണ്? ആരുടെ കൂടെയാണ് അവൻ കളിക്കുക? ആ വീട്ടിൽ അവൻ മാത്രമേ ഉണ്ടായിരുന്നു. അവന്റെ ഇളയതായിട്ടൊരു കുട്ടി, അവന്റെ കൊച്ചനുജത്തി. അപ്പോൾ അവൻ ഒരാൾ മാത്രമേ ഇപ്പോൾ വീട്ടിലുള്ളൂ. അവനൊരു അനിയത്തി കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടി മരിച്ചു കാണണം. ആ അമ്മയുടെ കണ്ണിൽ ഇത് പറയുമ്പോൾ വെള്ളം നിറഞ്ഞു. ഓ, അപ്പു. അവന്റെ അമ്മ കരയുന്നു. അവന് മനസ്സിലായില്ല എന്തിനാണ് അമ്മ കരയുന്നത്. പക്ഷെ അമ്മ എന്തിനാ കരയുന്നതെന്ന് ഈ കുട്ടിക്ക് മനസ്സിലായില്ല. ഗോട്ടി വാങ്ങിയത് കൊണ്ടാണോ കരയുന്നത്? അതായിരിക്കില്ല. പിന്നെ എന്തിനാ അമ്മ കരയണത്? അവരുടെ അനിയത്തി മരിച്ചിട്ടുണ്ടാവും അല്ലേ? അത് ഓർത്തായിരിക്കും അമ്മ കരയണത്. വയസ്സനായ പീഡികക്കാരനും കാർ ഡ്രൈവറും ചിരിച്ചുകൊണ്ട് അവന്റെ മുന്നിൽ വന്നു നിന്നു. അവർക്കൊക്കെ ഇഷ്ടമാണ്. എന്തുകൊണ്ട് അമ്മ ഇഷ്ടപ്പെട്ടില്ല? ഒരു പക്ഷെ നല്ല ഗോട്ടിയായിരിക്കില്ല. സഞ്ചിയിൽ നിന്ന് നെല്ലിക്ക പോലുള്ള ആ ഗോട്ടികൾ വാരിക്കൊണ്ട് അവൻ പറഞ്ഞു, ചീത്ത ഗോട്ടിയാണ് അല്ലേ? അപ്പൊ അമ്മ എന്തിനാ കരഞ്ഞത്? അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ ചീത്ത ഗോട്ടി ആയിരിക്കും അല്ലേ എന്ന് അവൻ വിചാരിക്കുകയാണ്. അല്ല, നല്ല ഗോട്ടി. നല്ല രസമുണ്ട് കാണാനല്ലേ? നല്ല രസമുണ്ട്. അവൻ ചിരിച്ചു. അവന്റെ അമ്മയും ചിരിച്ചു. അപ്പൊ അമ്മ പറയും, അല്ല, നല്ല ഗോട്ടിയാണ്. കൊണ്ട് അമ്മ ചിരിക്കും.
അശ്രു വീണു. നനഞ്ഞ അമ്മയുടെ കവിളിൽ അവൻ മുഖം അമർത്തി. അപ്പൊ അമ്മയുടെ കണ്ണൊക്കെ നനഞ്ഞ് കവിളിലൊക്കെ കണ്ണുനീരായിരുന്നു. അവന്റെ ഹൃദയത്തിൽ അപ്പോൾ സന്തോഷം വഴിഞ്ഞൊഴുകിയിരുന്നു. അപ്പൊ അമ്മയും ചിരിച്ചു അല്ലെ. അപ്പൊ അവന് ഭയങ്കര സന്തോഷമായി. തെരഞ്ഞെടുത്ത കഥകൾ ടി പത്മനാഭന്റെ ആണ്. അപ്പൊ കുറച്ച് സ്പീഡിലാണ് ഞാൻ ഈ കഥ വായിച്ചത്. മലയാളം ആയതുകൊണ്ടാണ് അങ്ങനെ പോയത് കേട്ടോ. ഇനി നമുക്ക് ഇതിലെ പ്രവർത്തനങ്ങൾ നോക്കാം, വായിക്കാം, പറയാം. താഴെ കൊടുത്ത വാക്യങ്ങൾ കഥയിൽ വരുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാം, നിങ്ങൾ അത് ചർച്ച ചെയ്യണം കേട്ടോ. ഇത് നിങ്ങൾക്ക് നോക്കി ചെയ്യാനുള്ളതാണ്. ഇത് ഞാൻ ചെയ്യുന്നില്ല. അടുത്ത ആക്ടിവിറ്റി പറയാം. സങ്കല്പ ലോകം. നോക്കി നിൽക്കെ ഭരണി വലുതാകാൻ തുടങ്ങി. ആകാശത്തോളം വലുതായപ്പോൾ അവനും അതിന്റെ ഉള്ളിൽ കടന്നു. കഥയിലെ കുട്ടി ഒരു പ്രത്യേക ലോകത്തെത്തുന്നത് നിങ്ങൾ വായിച്ചല്ലോ. നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ചില സങ്കല്പ ലോകങ്ങൾ ഉണ്ടാക്കാറില്ലേ? അത്തരമൊരു യാത്രയെക്കുറിച്ച് എഴുതൂ. ചിത്രങ്ങളും വരച്ചു ചേർക്കാം. മനസ്സിൽ തെളിഞ്ഞ സങ്കല്പ ലോകം. സുനിത വില്യംസിനൊപ്പം ഒരു ബഹിരാകാശ യാത്ര. ആ ബഹിരാകാശ പേടകം ഓടിക്കുന്നത് ഞാൻ തന്നെയാണ്. ഭൂമിയിൽ നിന്ന് ഒരുപാട് ഉയരെ ഒരു യാത്ര. ഗുരുത്വാകർഷണം ഇല്ലാതെ ശൂന്യതയിൽ അങ്ങനെ പറന്നു കളിക്കണം. മുകളിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കണം. അവിടെ കുറെ പരീക്ഷണങ്ങൾ നടത്തണം. ഭൂമിയിലെ പാവപ്പെട്ടവർക്കും അനാഥർക്കും സുഖമായി ജീവിക്കാനും ദാരിദ്ര്യവും യുദ്ധവും ഒന്നുമില്ലാത്ത നല്ല മനുഷ്യരുടേത് മാത്രമായ ഒരിടം ഉണ്ടാക്കിയെടുക്കണം. അവിടെ എല്ലാവരും തുല്യരായിരിക്കണം. മലിനീകരണം ഒന്നുമില്ലാത്ത നാട്. അപ്പൊ ഇതാണ് ആ സങ്കല്പ ലോകം. നെക്സ്റ്റ്, പ്രയോഗ ഭംഗി കണ്ടെത്താം. അടുപ്പിൽ നിന്ന് തീപ്പൊരി പറന്നുകൊണ്ടിരുന്നു. മാസ്റ്ററുടെ കണ്ണുകളിൽ നിന്ന് തീപ്പൊരി പറന്നുകൊണ്ടിരുന്നു. അപ്പൊ ഇതില് ആദ്യത്തെ തീപ്പൊരി എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ അടുപ്പ് കത്തിക്കുമ്പോൾ അതിനകത്തുനിന്ന് വരുന്ന തീ തന്നെയാണ്. മാസ്റ്ററുടെ കണ്ണുകളിൽ നിന്നുള്ള തീപ്പൊരി പറയുന്നത് ദേഷ്യമാണ് കേട്ടോ. അപ്പൊ രണ്ട് പ്രയോഗമാണ് ഇവിടെ. തീപ്പൊരി പറന്നുകൊണ്ടിരുന്നു എന്ന പ്രയോഗം രണ്ട് വാക്യങ്ങളിലും ഒരേ അർത്ഥമാണോ നൽകുന്നത്? അല്ല അല്ലെ. അപ്പൊ അല്ല എന്ന് എഴുതുക. അവിടെ എന്താണ് വ്യത്യാസം നമുക്ക് നോക്കാം. ഇതുപോലത്തെ പ്രയോഗങ്ങൾ നമ്മൾ കണ്ടെത്തും വേണം. അടുപ്പിൽ നിന്ന് തീപ്പൊരി പറന്നുകൊണ്ടിരുന്നു. മാസ്റ്ററുടെ കണ്ണുകളിൽ നിന്ന് തീപ്പൊരി പറന്നുകൊണ്ടിരുന്നു. ഈ രണ്ട് വാക്യങ്ങളിൽ വ്യത്യസ്തമായ അർത്ഥമാണ് ഒരേ വാക്കുകൾക്ക് ഉള്ളത്. ആദ്യ വാചകത്തിൽ വാച്യാർത്ഥമാണ് സൂചിപ്പിക്കുന്നത്. അതായത് അടുപ്പിൽ തീ കത്തുമ്പോൾ ഉണ്ടാകുന്ന തീപ്പൊരിയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ വാചകത്തിൽ മാസ്റ്ററുടെ ദേഷ്യത്തിന്റെ തീവ്രതയെ സൂചിപ്പിക്കാൻ തീപ്പൊരി എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. തീക്ക് എത്രമാത്രം ചൂടുണ്ടോന്നാണ് കേട്ടോ. ചൂടുണ്ടോ അത്രയും തീവ്രമായ ദേഷ്യമാണ് മാസ്റ്റർക്ക് ഉണ്ടായത് എന്ന് ആ പ്രയോഗത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. മറ്റു പ്രയോഗങ്ങളാണ് ആകാശത്തോളം വലുതായ ഭരണി, ജീവനോടെ കടിച്ചു തിന്നാനുള്ള ദേഷ്യം, സന്തോഷം വഴിഞ്ഞൊഴുകുക. ഇതെല്ലാം ഒരു പ്രയോഗങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റുകൾ അറിയിക്കുക. തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.